എന്താണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ കോൺഫിഡന്റ് ആക്കുക? നമുക്ക് റെഗുലർ ആയിട്ട് ഒരു ഇൻകം വരാനുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലൊരു കോൺഫിഡൻസ് തരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വിത്തുകൾ പാവി വെക്കണം അല്ലെ? എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചെറുതായിട്ട് സേവ് ചെയ്യുന്നതായിരിക്കും നമുക്ക് പിന്നീടുള്ള ഭാവിയിലേക്ക് നമുക്ക് റെഗുലർ ആയിട്ട് ഒരു ഇൻകം തരാനായിട്ട് ഉണ്ടാവുക. ഇപ്പോ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അബ്രോഡിൽ പോയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിസിനസ്സുകാരുണ്ട്. ബിസിനസ്സുകാരും എന്താണ്, റെഗുലർ ആയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് ഏൺ ചെയ്തിട്ടുള്ള മണിയാണ് അവരുടെ കയ്യിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിൽ ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ പ്രൈവറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയിലത്തെ IT മേഖലകളിലും അതുപോലെ തന്നെ അതിന് തുല്യമായിട്ടുള്ള മാനേജിംഗ് പോസ്റ്റിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പേര് എന്താന്ന് പറഞ്ഞാൽ ഏൺ ചെയ്യും. പക്ഷേ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ സേവ് ചെയ്യുന്നതാണ് നമുക്ക് ഭാവിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുക. അതേപോലെ തന്നെ നമുക്ക് റെഗുലർ ഇൻകം തരുന്ന ഒരുപാട് പ്ലാനുകൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പൊ റിട്ടയർമെന്റ് പ്ലാൻ പോലുള്ള പ്ലാനുകൾ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടുള്ള ഒരു സേവിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിലേക്കുള്ള ഏറ്റവും നല്ല എന്താ പറയുക, നമുക്ക് ലൈഫിൽ ഒരു 40,000 മുതൽ ഒരു 80,000 1 ലക്ഷം രൂപ വരെയൊക്കെ മന്ത്ലി ഇൻകം നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് 20,000 മുതലോ 10-50,000 വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു മാസം 40,000 ടു 1 ലക്ഷം രൂപ വരെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പ്ലാനുകൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ICICI പ്രുഡൻഷ്യലിന്റെ ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്ലാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ അതിലൊരു പ്ലാനിൽ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ ഒരു 10+ ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ റിട്ടേൺസ് നമുക്ക് റെഗുലർ നമ്മുടെ 99 ഇയേഴ്സ് വരെയും കിട്ടുന്ന നല്ല പ്ലാനുകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ട ആൾക്കാർ തീർച്ചയായിട്ടും വിളിക്കാൻ മടിക്കണ്ട.